മാത്രം ഗൗരവത്തോടെ കണ്ടു എന്നതിൻ്റെ ലക്ഷണമാണ് ഈ രാത്രി സമയത്തും ഞാൻ കണ്ണൂരിൽ നിന്ന് ഇവിടെ എത്തിയത്. ഈ സംഭവം സത്യത്തിൽ ഞാനത് കണ്ടപ്പോൾ മനസ്സുകൊണ്ട് തളർന്നുപോയി. എത്രയോ ആളുകളെ തല്ലുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ഒരു മർദ്ദനം ഈ ആളുകളുടെ ഈ പയ്യൻ്റെ മേലെ, സുജിത്തിൻ്റെ മേലെ അത്ഭുതം. എങ്ങനെ സുജിത്ത് പിടിച്ചു നിന്നുള്ള എനിക്കൊരു അത്ഭുതം തോന്നുകയാണ്. ആ 2-3 പോലീസ് ഉദ്യോഗസ്ഥന്മാർ കൈകൊണ്ടിടിക്കുന്ന ഇടി എൻ്റെ കണ്ണിൻ്റെ മുമ്പിലുണ്ട്. എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഇപ്പോൾ ആ ഇടിയുണ്ട്. ഈ കൈയുടെ ഇതുകൊണ്ട് വരെ കുത്തുകയാണ്. ഈ കൈയിൻ്റെ ഈ മുനമ്പ് കൊണ്ട് ഇതിനെക്കൊണ്ട് കുത്തിയാൽ എല്ല് തന്നെ തകരും. അതുപോലുള്ള തല്ലാണ്, അതുപോലുള്ള ഇതൊക്കെയാണ്. കൈ കൊണ്ടടിക്കുന്നു, കൈ കൊണ്ട് കുത്തുന്നു, പിന്നെ വീഴുന്നു. അപ്പോൾ ഇവനന്നേരം അടിച്ചിട്ട് ഇവൻ എന്തോ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയൊന്നുമില്ല, എന്തൊക്കെ ചോദിച്ചപ്പം അതൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. പക്ഷെ എനിക്ക് എന്താണെന്ന് തിരിഞ്ഞിട്ടില്ല. പക്ഷേ ഇത്ര മാത്രം ഒരു ക്രൂരമായ മർദ്ദനം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ നിന്ന് വരിക എന്ന് പറഞ്ഞാൽ ഈ നാടിൻ്റെ ന്യായവും ഈ നാടിൻ്റെ നിയമപരമായ സംവിധാനങ്ങളുമൊക്കെ തകർന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു കാരണവശാലും നമുക്കത് അംഗീകരിക്കാൻ സാധിക്കില്ല. ഈ ഇടിക്കുന്നവൻ ഒരു മനുഷ്യനല്ലേ? ആ ഇടി അവൻ്റെ ശരീരത്തിൽ കൊണ്ടിരുന്നുവെങ്കിൽ എന്താവും എന്ന ഒരു നിമിഷം ചിന്തിക്കണമെന്നാണ് ഞാൻ അവരോട് ആവശ്യപ്പെടുന്നത്. മനുഷ്യത്വത്തിൻ്റെ ഒരു സ്പർശം ആ മനസ്സിൻ്റെ അകത്തുണ്ടായിരുന്നുവെങ്കിൽ ഒരാളും ഇതിങ്ങനെ ചെയ്യില്ല. അത്രമാത്രം ക്രൂരമാണ് ഈ അന്നത്തെ ഇടി. എനിക്ക് അത്ഭുതമാണ്. അത് കഴിഞ്ഞിട്ട് ഇവൻ ഇതുപോലെ നടക്കുന്നു എന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് അത്ഭുതമാണ്. ശരീരത്തിൻ്റെ അകത്തും നെഞ്ഞത്തൊക്കെ ഇനി ഇവിടെ ഒരു സ്ഥലത്തും അടിയൊള്ളാൻ ബാക്കിയില്ല. അവിടെ എല്ലാം ഇടിയാണ്. ഈ കൈയിൻ്റെ കുത്തുകൊണ്ട്, ഈ കൈയിൻ്റെ ഇതുകൊണ്ട് ശരീരം മൊത്തം ഇടിയാണ്. ചെവി തകർന്നു പോയി. ഞാൻ ചെവി തകർന്നു എന്ന് ഞാൻ ശരിക്കും പിന്നെ മനസ്സിലാകുന്നത് ചെവി തകർന്നു എന്നുള്ളത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത്തരം പോലീസുകാരുടെ തോന്നിയവാസം, പോലീസുകാരുടെ ഗുണ്ടായിസം ഒരിക്കലും അനുവദിക്കാൻ പറ്റില്ല. എത്ര വലിയ ഉദ്യോഗസ്ഥനായാലും അതിനുള്ള നടപടി ഉണ്ടാവണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ആ നടപടി നടക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ കോടതിയിൽ പോകും. അതിന് നടപടി വേണം. ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ അർഹിക്കുന്ന നടപടിക്ക് അവരെ വിധേയരാക്കണം. ഒരു സംശയവും വേണ്ട. അതില്ലെങ്കിൽ അത് എവിടം വരെ ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ അവിടം വരെ ഞങ്ങൾ ലീഗലി ഞങ്ങൾ ഫൈറ്റ് ചെയ്യുമെന്നതാണ് എനിക്കിവിടെ അറിയിക്കാനുള്ളത്. അത് ഞങ്ങൾ തന്നെ ഏറ്റെടുക്കും. ആ കാര്യം ഞങ്ങൾ തന്നെ ഏറ്റെടുക്കും. ഇപ്പം ഞാനേതായാലും